പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിക്കാം. ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നടന്നപ്പോൾ സമയം പെട്ടെന്ന് കടന്നുപോയി. സന്ധ്യയായത് അറിഞ്ഞില്ല. ഇനി എവിടെയെങ്കിലും ഒരു താവളം കണ്ടെത്തണം. എന്ത് മനോഹരമായ ദിവസമായിരുന്നു! എൻ്റെ ശിഷ്യന്മാർ പ്രഭാതത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും പൂർണ്ണമായും മുഴുകി. എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെട്ടു. ഞങ്ങൾ തീ കൂട്ടിയതിനു ശേഷം അതിനു ചുറ്റും ഇരുന്നു. ശിഷ്യന്മാർ ക്ഷീണിതരാണ്. നടന്നതുമൂലമാണ് ക്ഷീണമുണ്ടായതെന്ന് അവർ കരുതുന്നു. എന്നാൽ ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രാർത്ഥനയിലെ സംഘർഷത്താലുണ്ടായ ക്ഷീണമാണതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ അവർ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. നിരന്തരമായ ഒരു പോരാട്ടം. ഈ യുദ്ധത്തിന്റെ ഫലമായി ഉളവാകുന്ന ക്ഷീണം ആത്മാവിന്റെ ക്ഷീണമാണ്. ആരും തന്നെ തിരിച്ചറിയാത്ത ഒരു ക്ഷീണത്തിന്റെ മേഖലയാണിത്. ദിവസത്തിന്റെ ആയാസത്തിലാണ് ശരീരത്തിന്റെ ശക്തിയൊക്കെയും തീർന്നതെന്ന് നാം സാധാരണയായി മനസ്സിലാക്കുന്നു. ആത്മാവിന് ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ക്ഷീണിച്ച ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് എന്നതുപോലെ തന്നെ ആത്മാവിനും അത് ആവശ്യമാണ്. വിശക്കുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമെന്നതുപോലെ ആത്മാവിന് ഭക്ഷണം വേണം. എന്നാൽ മിക്കവർക്കും, എന്തിന് ഭക്തരായ മനുഷ്യർക്ക് പോലും ഇത് മനസ്സിലാകാറില്ല. ഞാൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നിൽക്കൂ. എന്തെന്നാൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നതിനുള്ള ശക്തി തരികയും ചെയ്യുന്നതാണ്. അവർ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നിശബ്ദരായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. പിതാവേ, ഞാൻ ഇപ്പോൾ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് എനിക്ക് തന്നവരെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ അവർ മുമ്പോട്ടുള്ള പാതയിലൂടെ അക്ഷീണം നടക്കട്ടെ. ഞാൻ ഈ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ശിഷ്യന്മാരുടെ ആത്മാക്കൾ സ്പർശിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം നവീകരിക്കപ്പെട്ടതിനു ശേഷം അവർ വെളുക്കം വരെ സുഖനിദ്രയിലാണ്ടു. ഉറങ്ങുന്ന അവരെ നോക്കിയിരിക്കുമ്പോൾ ഭാവിയിൽ എന്നെ അനുഗമിക്കാനുള്ളവരെ ദർശിക്കുകയായിരുന്നു ഞാൻ. ശാരീരികവും ആത്മീയവുമായ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തളർന്ന്, എന്നാൽ അത് എന്താണെന്ന് മനസ്സിലാകാതെ, തിരിച്ചറിയാതെ. അവർക്ക് ആവശ്യമായ ഭക്ഷണം ഊർജവും അവിടെ ഉണ്ടാകുമെന്നും ഞാൻ അറിയുന്നു. എന്തെന്നാൽ നിരന്തരമായ ഒരു ബലിയർപ്പണത്തിലൂടെ പ്രാണനെ പോഷിപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമായി ഞാൻ അത് നൽകുന്നതാണ്. അവർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ബലി സ്വീകരിക്കുക, വിശ്വാസത്തോടെ ഭക്ഷിക്കുക. വിശ്വാസം എന്നാൽ എല്ലാ ബലിയർപ്പണത്തിലും എന്നെ ദർശിക്കുകയും ദൈവത്തിങ്കിലേക്ക് ഹൃദയം തുറക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ്. പ്രഭാതമായി സൂര്യകിരണങ്ങൾ ഞങ്ങളുടെ മേൽ പതിച്ചു. എൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് തുടർന്നുള്ള യാത്രയ്ക്ക് ഒരുങ്ങി. യോഹന്നാൻ യാക്കോബിനോടൊത്ത് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അമ്മയെ കാണുവാൻ ഇനി അധികം താമസമില്ല. അങ്ങയ്ക്ക് അമ്മയോടൊപ്പം അല്പസമയം തനിയെ ലഭിക്കേണ്ടതിന് ഞങ്ങൾ ഇന്ന് രാത്രി, ആദ്യത്തെ രാത്രിയിൽ, അങ്ങയുടെ ഭവനത്തിൽ നിന്നും കുറച്ചകലെയായി താമസിക്കുന്നത് ഉചിതമാണെന്ന് എനിക്കും യാക്കോബിനും തോന്നുന്നു. ഞാൻ അവരെ നോക്കിയപ്പോൾ അവരുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം ദർശിച്ചു. ഭാവിയിൽ പലതവണ പരീക്ഷിക്കപ്പെടാനിരിക്കുന്ന സ്നേഹം. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും ഞാൻ അറിയുന്നു. എന്നാൽ അമ്മയുടെ കൂടെ താമസിച്ചിരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിക്കൊള്ളാം. നിങ്ങൾ അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവർ എന്നെ നോക്കി മന്ദഹസിച്ചതിനു ശേഷം ബാക്കി സാധനങ്ങൾ എടുക്കുവാനായി തിരികെ പോയി. യാക്കോബ് യോഹന്നാനോട് ഇപ്രകാരം മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. അവൻ ഏറെ ദയാലുവാണ്. ഒരിക്കലും ക്ലേശങ്ങൾ തനിച്ച് അനുഭവിക്കുന്നതിനായി നമ്മെ വിടുന്നില്ല. എല്ലാ ക്ലേശങ്ങളിലും അവൻ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ആ വാക്കുകളുടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല അവനത് പറഞ്ഞത്. തുടർന്ന് നടക്കുമ്പോൾ എൻ്റെ വശങ്ങളിൽ പത്രോസും മത്തായിയും ഉണ്ടായിരുന്നു. എളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടുകയും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു പത്രോസ്. ചിന്തകനായി മത്തായി അവയെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചതിന് ശേഷം പറഞ്ഞു, അതെ പത്രോസ്, അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: നമുക്ക് വഴി കാട്ടുവാൻ ഗുരുവുണ്ട്, എന്നാൽ കൂടുതൽ ആളുകൾക്കും ഇല്ല. ഗുരുവിനെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവരായ ഇക്കൂട്ടരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഗുരു കടന്നു വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ഒരു നാൾ ലോകം മുഴുവനും നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുമെന്നും അങ്ങനെ ദൈവസ്നേഹം എന്താണെന്ന് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൻ്റെ പൂർവാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച പത്രോസ് വ്രണീതനായി കാണപ്പെട്ടു. അത് മനസ്സിലാക്കിയ മത്തായി പറഞ്ഞു, ഗുരു, അങ്ങ് സത്യം കാണിച്ചു തരുന്നതുവരെയും ദൈവത്തിൽ നിന്ന് വളരെ വിദൂരത്തായിരുന്നു ഞങ്ങളൊക്കെ. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു എന്നത് എനിക്കിപ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു. എങ്കിലും ഇപ്പോഴും ഞാൻ ഒട്ടും ഭേദമല്ല. പത്രോസ് പുഞ്ചിരി തൂകി തനിക്ക് വേണ്ടിയാണ് മത്തായി സംസാരിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ്, ഇനി എങ്ങനെയായിത്തീരും എന്നതിലാണ് കാര്യം. ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു നാൾ അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്യപ്പെടുകയും നേർവഴി കാട്ടിക്കൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെടുത്തുവാനായി ഒരു കരം നീട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ അവരും സ്വർഗരാജ്യം കണ്ടെത്തുന്നതിനായി സത്യം സ്വീകരിച്ചാൽ മാത്രം മതിയാകും.
വരാൻ പോകുന്ന തലമുറകളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. പത്രോസ് എന്നെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അനേക രക്ഷ പ്രാപിക്കുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഞാനും. മത്തായി പറഞ്ഞു, അനേകം ആളുകൾ അങ്ങയെ അറിയുവാൻ ഇടയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർന്ന് മൗനമായി ഞങ്ങൾ നടന്നു നീങ്ങി. അപ്പോൾ യൂദാസ് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, നമുക്ക് താമസിയാതെ വിശ്രമിക്കാനാവുമോ? ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഞാൻ ആകെ മടുത്തിരിക്കുന്നു. യൂദാസ്, പത്രോസ് കർക്കശത്തിൽ വിളിച്ചു. നമ്മൾ നടക്കുവാൻ ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമാണായത്. ഗുരുവിനെ ബുദ്ധിമുട്ടിക്കരുത്. യൂദാസ് ഒരു ചെറിയ പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു, നിന്റെ ചുവട് ഭാരമേറിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നീ തളർന്നു പോകുന്നത്. തരൂ, നിനക്ക് വേണ്ടി ഞാൻ അല്പം വഹിക്കട്ടെ. യൂദാസ് അന്തം വിട്ടു നിന്നു. വേണ്ട ഗുരു, അത് സാരമുള്ളതല്ല. എനിക്ക് വഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടോ എനിക്ക് തോന്നി നമ്മളിപ്പോൾ വിശ്രമിക്കുന്നത് നല്ലതാണെന്ന്. ഒരു നാൾ നിന്റെ ചുമട് ഏറെ ഭാരമുള്ളതായിരിക്കും. നിനക്ക് തനിയെ താങ്ങാനാവാതെ വരും. ആ ദിവസം ഞാൻ നിന്നെ സഹായിക്കുവാൻ കാത്തിരിക്കുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് കാണിച്ച വിമുഖത കാണിക്കരുത്. ഞാൻ നിന്റെ സ്നേഹിതനാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും, ഞാൻ സൗമ്യമായി പറഞ്ഞു. യൂദാസ് ആശയക്കുഴപ്പത്താൽ അമ്പരന്നു പോയി. എന്നാണ് തനിക്ക് ഭാരമേറി ചുമട് വഹിക്കേണ്ടി വരുന്നതെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും അവൻ വിസ്മയിച്ചു. പാവം യൂദാസ്, അവന് മനസ്സിലാകുകയില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നാളത്തെ വായനയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയും ഇതിൻ്റെ തുടർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. If you enjoyed this video, please remember to like, share, and subscribe.